ശബരിമല സ്വർണ്ണമോഷണ കേസിൽ ഇടനിലക്കാരനായ കൽപേഷ് കൊച്ചി ഇഡി ഓഫീസിൽ ചോദ്യം ചെയ്യലിന് ഹാജരായി. ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷൻസിൽ നിന്ന് സ്വർണ്ണമടങ്ങിയ കവർ ബെല്ലാരിയിലെ ജ്വല്ലറി ഉടമ ഗോവർദ്ധന് നൽകിയത് കൽപേഷ് ആയിരുന്നു. ത്യൂഫിൻ ചേരുകയാണ്. ത്യൂഫിൻ, ഇന്നലെ ഇയാൾ ചോദ്യം ചെയ്യലിനെത്തും എന്നായിരുന്നു അറിഞ്ഞിരുന്നത്, പക്ഷേ ഇന്നാണ് വന്നിരിക്കുന്നത് അല്ലേ? ഷമ്മി, അതായത് ദേവസ്വം മുൻ സെക്രട്ടറി ജയശ്രീക്കും കൽപേഷിനും ഈ ആഴ്ച ഹാജരാകണമെന്നാവശ്യപ്പെട്ട കഴിഞ്ഞ ആഴ്ച ഇഡി നോട്ടീസ് നൽകിയിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്നലെ എത്തുമെന്ന് കരുതിയിരുന്നത്. പക്ഷേ ഇന്നലെ ജയശ്രീയെ ചോദ്യം ചെയ്യുന്നതുകൊണ്ട് പക്ഷേ ഇന്നത്തേക്ക് മാറ്റിയതാകാനാണ് സാധ്യത. അതുകൊണ്ടാണ് ഇന്ന് രാവിലെ കൽപേഷ് ഹാജരായിട്ടുള്ളത്. രാവിലെ 10:30 മുൻപായി കൽപേഷ് എറണാകുളം കൊച്ചി ഇ ഡി ഓഫീസിലെത്തി. ഇപ്പോൾ ഓഫീസിനകത്ത് ചോദ്യം ചെയ്യലിനുള്ള തുടക്കം ആയിട്ടുണ്ട്. പ്രധാനമായും ഈ ഇടപാടുമായി ബന്ധപ്പെട്ട് ഇതിനിടയിൽ കള്ളപ്പണം വെളുപ്പിക്കലോ അനധികൃത പണം ഇടപാടോ നടന്നിട്ടുണ്ടോ എന്നാണ് ഇ ഡി അന്വേഷിക്കുന്നത്. പ്രത്യേക അന്വേഷണ സംഘം എടുത്ത ശബരിമല സ്വർണ്ണമോഷണ കേസ്, അതുമായി ബന്ധപ്പെട്ട് അതിൻ്റെ തുടർച്ചയായിട്ടാണ് ഇ ഡി ഈ കള്ളപ്പണ ഇടപാടുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം നടത്തുന്നത്. അതിനുവേണ്ടിയാണ് ഇ ഡി കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിക്കുകയും ചെയ്തത്. നിലവിൽ SIT എടുത്ത കേസിലെ പ്രതികളെല്ലാം ഇ ഡിയുടെ കേസിലും പ്രതികളാണ്. അതിലിപ്പോൾ ഇടനിലക്കാരനായ കൽപേഷാണ് ചോദ്യം ചെയ്യലിന് ഹാജരായിട്ടുള്ളത്. സ്മാർട്ട് ക്രിയേഷൻസിൻ്റെ ചെന്നൈയിലെ ഓഫീസിൽ നിന്ന് സ്വർണം കവറിലാക്കി ഇത് ബെല്ലാരിയിൽ ഗോവർദ്ധൻ എത്തിച്ച് നൽകിയത് കൽപേഷായിരുന്നു. ഇതാണ് ഇതിൽ കേസിൽ പ്രധാനമായും ഈ കൽപേഷിൻ്റെ റോള്. അങ്ങനെ ഇടനിലക്കാരനായ കൽപേഷിനെയാണ് ഇപ്പോൾ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട മറ്റു വിവരങ്ങൾ നമുക്ക് കൂടുതൽ സമയം കഴിയുമ്പോൾ നമുക്ക് ലഭ്യമാകും. എന്തു തന്നെയാണെങ്കിലും കേസുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണങ്ങൾ ഓരോരുത്തരെയും ചോദ്യം ചെയ്യൽ ഇ ഡി തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇ ഡിയുടെ കേസിൽ അല്ലെങ്കിൽ SIT എടുത്ത കേസിലെ പ്രതികളെ ഓരോരുത്തരെയായി ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുന്നു. നേരത്തെ ഈ ജയിലിലായവരിൽ ജാമ്യം ലഭിച്ച് പുറത്തിറങ്ങുന്നവരെ ഓരോരുത്തരെയായി നോട്ടീസ് നൽകി വിളിച്ചു വരുത്തുകയായിരുന്നു. ഇനി സാക്ഷികളായവരെ ചോദ്യം ചെയ്യാനുണ്ട്. ഒപ്പം എല്ലാവരെയും ചോദ്യം ചെയ്ത ശേഷമാകും ഏറ്റവും ഈ കേസിലെ പ്രധാന പ്രതി എന്ന് കരുതുന്ന ഉണ്ണികൃഷ്ണൻ പോറ്റിയിലേക്ക് അല്ലെങ്കിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി ഏറ്റവും കൂടുതൽ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യുക. അതിനു മുൻപായി മറ്റുള്ളവരെയൊക്കെ ചോദ്യം ചെയ്ത് ഇതുമായി ബന്ധപ്പെട്ട ആവശ്യമായ തെളിവുകൾ ശേഖരിക്കുക എന്നതാണ് ഇ ഡിയുടെ തീരുമാനം. ഇന്നലെ ജയശ്രീയെ ചോദ്യം ചെയ്തു. പക്ഷേ ജയശ്രീയുടെ മൊഴികൾ മുഴുവനായി തന്നെ ഇ ഡി വിലക്കെടുത്തിട്ടില്ല എന്നാണ്, മുഖവിലക്കെടുത്തിട്ടില്ല എന്നാണ് അറിയുന്നത്. ജയശ്രീയെ വീണ്ടും ഒരിക്കൽ കൂടി നോട്ടീസ് നൽകി വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യുന്നതും സൂചനകളും ലഭ്യമാകുന്നുണ്ട്. എന്ത് തന്നെയാണെങ്കിലും എന്തായാലും ഇപ്പോൾ കൽപേഷിൻ്റെ ചോദ്യം ചെയ്യൽ കൊച്ചി ഇ ഡി ഓഫീസിൽ തുടരുകയാണ്. മിക്കവാറും വൈകുന്നേരം വരെ ചോദ്യം ചെയ്യൽ നീണ്ടുപോകാനാണ് സാധ്യത. വൈകിട്ടാണ് നമുക്ക് കൂടുതൽ വിവരങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ലഭ്യമാവുക. ഷമി, തീർച്ചയായും ത്യൂഫിനാണ് വിവരങ്ങൾ നൽകിയത്.